Hi students, we questions coordination compound part 9. Okay. So the next question is like that. The magnetic behavior of the complex can be explained on the basis of valence bond theory or VB theory. The question is CONH3 6 times 3 plus is a diamagnetic complex and COF6 3 minus is a paramagnetic complex. Substantiate the above statement using VB theory. എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുക VB തിയറി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ VB തിയറിയിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് ഈ രണ്ട് കോംപ്ലക്സുകളുടെ ഏതൊക്കെയാണെന്ന് CONH3 6 3 പ്ലസ് ഈ ഒരു കോംപ്ലക്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയണം. ഓക്കെ, അതുപോലെ തന്നെ COF6 3 മൈനസ് ഈ ഒരു കോംപ്ലക്സിന്റെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് കോമ്പൗണ്ടുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുക, അതായത് മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുക അല്ലെ. അപ്പൊ ഇവിടെ ഇപ്പോ അമോണിയ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അപ്പോ ഇവിടെ കൊബാൾട്ട് എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് വാട്ട് വി കോൾ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നമുക്കറിയാം നമ്മൾ കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ ഏത് സിസ്റ്റമാണ്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്. അതായത് കൊബാൾട്ട് 2+ എന്ന് പറയുന്നത് ഈസ് വാട്ട് വി കോൾ D7 സിസ്റ്റം ആണ്. അപ്പൊ 3+ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ കുറവായിരിക്കും, ദാറ്റ് ഈസ് വാട്ട് വി കോൾ D6 സിസ്റ്റം ആണ് വരിക. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കൊബാൾട്ടിന്റെ കൂടെയുള്ള ലിഗാൻഡ് ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ NH3 ആണ് ലിഗാൻഡ് ആയിട്ട് വരിക. ആൻഡ് NH3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് വി കോൾ അതൊരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് അല്ലെ. നമ്മൾ പറയും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഈ പറഞ്ഞതുപോലെ പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. VB തിയറി പറഞ്ഞൊരു കാര്യമാണ്. അതായത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ CO, CN, NH3 പോലുള്ള ലിഗാൻഡുകൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോണിക് പെയറിംഗ് നടക്കും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ D6 കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം D6 കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? 1 2 3 4 5 5 d ഓർബിറ്റൽസ്. ഇവിടെ ഇപ്പോ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുക. ഇലക്ട്രോണിക് പെയറിംഗ് നടന്നു കഴിഞ്ഞാൽ 1 2 3 4 5 6 ഈ രീതിയിലായിരിക്കില്ല ഈ 6 ഇലക്ട്രോൺസ് പെയർ ചെയ്യപ്പെടുക. ആൻഡ് ഇത് നമ്മൾ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 ആണ് അല്ലെ. കോർഡിനേഷൻ നമ്പർ 6 വരണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ 6 വേക്കന്റ് ഓർബിറ്റൽസ് നമുക്ക് വേണം. നമ്മൾ 3Dയിലുള്ള 2 വേക്കന്റ് ഓർബിറ്റൽസ് നമ്മൾ എടുക്കുന്നു. ദെൻ നമുക്ക് 4 എണ്ണം കൂടി വേണം, അതായത് 4sലുള്ള ഒരു വേക്കന്റ് ഓർബിറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ 4Pയിൽ നമുക്കറിയാം 3 വേക്കന്റ് ഓർബിറ്റൽസ് ഉണ്ട്. ആ 3 വേക്കന്റ് ഓർബിറ്റൽസും കൂടി നമ്മൾ മൊത്തം 6 ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഹൈബ്രിഡൈസേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുക. ആൻഡ് ദിസ് ഇസ് വാട്ട് വി കോൾ എന്തായിരിക്കും? D2sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ആൻഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ എല്ലാ ഇലക്ട്രോൺസും എന്താണ്? ദേ ആർ വാട്ട് വി കോൾ പെയർഡ് ഇലക്ട്രോൺസ് ആണ്. ഓർ നമ്മൾ പറയും ഇവിടെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അതായത് ഇവിടെ ഈ പറഞ്ഞതുപോലെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ, ഫൈൻ, അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് വാട്ട് വി കോൾ 0 എന്നാണ് വരിക. അപ്പൊ എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കോംപ്ലക്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് വാട്ട് വി കോൾ ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ് ആയിരിക്കും. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? സോ ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? ഈ പറയുന്ന കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക് ആണ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? ഈ ഒരു സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക, അതായത് ഈ പറയുന്ന ഒരു തിയറിയെ അല്ലെങ്കിൽ ഈ തിയറിയുടെ ബേസിൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സബ്സ്റ്റാൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി നമ്മൾ നെക്സ്റ്റ് കോംപ്ലക്സിലേക്ക് വരികയാണെങ്കിൽ COF6 3 മൈനസ് എന്നുള്ളത്. അപ്പോ COF6 3 മൈനസിന്റെ കോൺഫിഗറേഷൻ, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും COF6 3 മൈനസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക? ഇവിടെ നമ്മൾ പറയും ഫ്ലൂറിൻ എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് കൊബാൾട്ടുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയാണ് അല്ലെ. ഇവിടെ ഫ്ലൂറിൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഫ്ലൂറിൻ ഉള്ളത്. -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പൊ -6ല് -3 പുറത്തുണ്ട്. -6ല് -3 പുറത്തുണ്ടെങ്കിൽ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ എന്ത് തന്നെയായിരിക്കും? 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ കൊബാൾട്ട് 3+ ആണ്. കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ വരിക? ദാറ്റ് ഈസ് വാട്ട് വി കോൾ D6 കോൺഫിഗറേഷൻ ആണ്.
അപ്പൊ നമ്മൾ ഇത് നോക്കുന്നത് നമ്മുടെ ലിഗാൻഡ് എങ്ങനെയുള്ള ലിഗാൻഡ് ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഫ്ലൂറിൻ എന്ന് പറയുന്ന ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് അല്ലെ. അപ്പോ സിൻസ് ഇറ്റ് ഇസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ് നമ്മൾ പറയുമ്പോൾ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ പെയറിംഗ് ആണ്. ക്ലിയർ? ഇവിടെ പെയറിംഗ് നടക്കില്ല. അപ്പൊ 6 ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക? വിത്തൗട്ട് പെയറിംഗ് ആണ് 6 ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. അപ്പൊ നമ്മള് കൊബാൾട്ട് 3+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ 1 2 3 4 5 ഈ പറഞ്ഞ 5 ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 1 2 3 4 5 ഓരോന്നിലും ഓരോ ഇലക്ട്രോണിന്റെ വീതം കൊടുക്കും. അത് കഴിഞ്ഞ് മാത്രം എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? 6ാമത്തെ ഇലക്ട്രോൺ പെയർ ചെയ്യപ്പെടും. ക്ലിയർ? സോ ദിസ് ഇസ് വാട്ട് വി കോൾ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആവശ്യമുണ്ട്? 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഇവിടെ ഡി ഓർബിറ്റലിൽ അതായത് 3D ഓർബിറ്റലില് ഇലക്ട്രോൺസ് വേക്കന്റ് ഓർബിറ്റൽസ് ഉണ്ടോ? ഇല്ല. അപ്പോ സ്വാഭാവികമായിട്ടും 4s നിന്നും അതുപോലെ തന്നെ 4p നിന്നും ആൻഡ് 5d നിന്നും ഈ പറയുന്ന ഒരു s ഓർബിറ്റലും 3p ഓർബിറ്റലും 2d ഓർബിറ്റലും ചേർന്നിട്ട് sp3d2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും ആരുണ്ടാക്കുക? ഈ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുക. ആൻഡ് ഒബ്വിയസ്ലി ദിസ് ഇസ് വാട്ട് വി കോൾ ആൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നതിനെ പറയുക? നമുക്കറിയാം, അതായത് ഔട്ടർ അതായത് 5d ഓർബിറ്റൽസ് ആണ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്തിരിക്കുക. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ആൻഡ് മാഗ്നറ്റിക് ബിഹേവിയർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അതായത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 എണ്ണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോംപ്ലക്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് വാട്ട് വി കോൾ ഒരു പാരാമാഗ്നറ്റിക് കോംപ്ലക്സ് ആയിരിക്കും. പാരാമാഗ്നറ്റിക് കോംപ്ലക്സ് ആയിരിക്കും. ബിക്കോസ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഈ സിസ്റ്റം എന്താണ്? പാരാമാഗ്നറ്റിക് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മുടെ VB തിയറി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. Is it clear? That is all about the first question. The next question, classify the above mentioned complex in the inner orbital and outer orbital complex. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മൾ ആദ്യം എഴുതിയ കോംപ്ലക്സ് എന്തായിരുന്നു? It is what we call D2sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇന്നർ ഓർബിറ്റൽസ് ആണ് അവിടെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. സോ ദിസ് വൺ ഈസ് ആൻ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഇനി രണ്ടാമത് എഴുതിയ കോംപ്ലക്സ് COF63- എന്ന് പറയുന്നത് അതിന്റെ ഹൈബ്രിഡൈസേഷൻ വരിക എന്താണ്? That is what we call sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ്. sp3d2 ഹൈബ്രിഡൈസേഷൻ മീൻസ് ഔട്ടർ d ഓർബിറ്റൽ ആണ് എന്ത് ചെയ്യപ്പെടുക? ഈ പറയുന്നത് പോലെ ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്യപ്പെടുക. അതുകൊണ്ട് നമുക്ക് പറയാം it is what we call ഒരു ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണെന്ന് പറയാം. സോ ദിസ് വൺ ഈസ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആൻഡ് ദ നെക്സ്റ്റ് വൺ രണ്ടാമത്തെ കോംപ്ലക്സ് എന്ന് പറയുന്നത് it is what we call ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. Is that clear? ഇതാണ് നമ്മൾ VB തിയറി ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഈ പറയുന്ന കോംപ്ലക്സിന്റെ പ്രോപ്പർട്ടീസ്, ഈ 2 തരം കോംപ്ലക്സുകളുടെയും പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. Then നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് This is the question. Many theories have been put forward to explain the nature of the bonding in coordination compounds. On the basis of valence bond theory, account for the diamagnetic behavior of NiCN4 2-. That's the question. അതായത് നമുക്ക് വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ചിട്ട് NiCN4 2- എന്ന് പറയുന്ന കോംപ്ലക്സിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ, അത് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെ ചെയ്യാം? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ ആദ്യം എഴുതുക ഈ പറഞ്ഞ പോലെ കോംപ്ലക്സിൽ VB തിയറി നമുക്കറിയാം. നമ്മൾ ആദ്യം NiCN4 എന്ന് പറഞ്ഞ കോംപ്ലക്സില് നിക്കലിന്റെ 2- ഈ കോംപ്ലക്സിൽ നമ്മൾ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് പറയും. നമുക്കറിയാം നിക്കല് ഇവിടെ എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്? Cn എന്ന് പറഞ്ഞ -1 ആണ്. അപ്പൊ -4, ആ -4ൽ -2 പുറത്തുണ്ട്. അപ്പൊ നിക്കൽ എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് വാട്ട് വി കോൾ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും നിക്കൽ ഉണ്ടാവുക. ആൻഡ് നിക്കൽ 2+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസ് കോൺഫിഗറേഷൻ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നമുക്കറിയാം നിക്കൽ D8, അതായത് 3D8 4s2 ആണ്. അപ്പോ നിക്കൽ 2+ എന്ന് പറയുമ്പോൾ 3D8 4s2 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? എക്സ്പെൽ ചെയ്യുന്നു. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെയുള്ള ലിഗാൻഡ് ഏത് ടൈപ്പ് ആണ് എന്ന് നമ്മൾ നോക്കണം.
നമുക്കറിയാം CN മൈനസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് പെയറിംഗ് എനർജിയെക്കാളും എന്തായിരിക്കും കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഡെൽറ്റ വാല്യൂ പെയറിംഗ് എനർജിയെക്കാളും കൂടുതലാണെങ്കിൽ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഈ പറഞ്ഞതുപോലെ പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന 8 ഇലക്ട്രോൺസ് നമ്മൾ 3D ഓർബിറ്റലിലുള്ള 8 ഇലക്ട്രോൺസും അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഈ പറഞ്ഞതുപോലെ പെയർ ചെയ്യപ്പെടും. 1 2 3 4 5 ഓർബിറ്റൽസ് ഉള്ള ഇലക്ട്രോൺസ് പെയർ ചെയ്താൽ 1 2 3 4 5 6 7 8 എന്നാണ് എന്ത് വരിക? ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ദിസ് ഇസ് വാട്ട് കോൾഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നിക്കൽ ഇൻ ദിസ് കോംപ്ലക്സ്. ഓക്കെ, ഇനി CN4 2- ആണ് അല്ലെ. CN4 2- എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോ 4 വേക്കന്റ് ഓർബിറ്റൽസ് നമുക്ക് എന്തിനു വേണം? ഈ പറഞ്ഞ ഹൈബ്രിഡൈസേഷൻ ആയിട്ട് വേണം. ആൻഡ് ഒബ്വിയസ്ലി ഇവിടെ നമുക്ക് ഒരു വേക്കന്റ് ഓർബിറ്റൽ 3D ഉണ്ട്. അപ്പോൾ ഒരു d ഓർബിറ്റൽ നമുക്ക് എന്ത് ചെയ്യാം? ഹൈബ്രിഡൈസേഷന് വേണ്ടി എടുക്കാം. ഇനി ബാക്കി 3 ഓർബിറ്റൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ഓർബിറ്റൽ നമ്മുടെ s ഓർബിറ്റലിൽ നിന്ന്, അപ്പോൾ ds, then p ഓർബിറ്റലിൽ നിന്ന് നമ്മൾ എത്രയാണ്? 2 ഓർബിറ്റൽസ് കൂടി നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോ നോർമലി dsp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും ആർക്കുണ്ടാവുക? ഈ കോംപ്ലക്സ് ഉണ്ടാവുക. ആൻഡ് യു നോ ദാറ്റ് dsp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി ആണ് ഈ കോംപ്ലക്സിന് ഉണ്ടാവുക. ക്ലിയർ? സോ ദിസ് ഓൾ അബൌട്ട് ദ ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ. നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഡയാമാഗ്നറ്റിക് ബിഹേവിയറിനെ കുറിച്ചാണ്. നമുക്കറിയാം മാഗ്നറ്റിക് ബിഹേവിയർ പറയുമ്പോൾ all the electrons in this system is what you call paired ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ് എന്നുണ്ടെങ്കിൽ as there is no unpaired electrons നമ്മൾ പറയുന്നതാണ് this complex is diamagnetic. പെയർഡ് എങ്ങനെയാണ്? നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അതിന്റെ ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ എഴുതുക, എന്നിട്ട് എഴുതുക since all the electrons in this species are paired, that is number of unpaired electrons are 0, we can say that this complex is what? Diamagnetic എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ A ഓപ്ഷൻ അതിന്റെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദിസ് എബോവ് കോംപ്ലക്സ്? അപ്പൊ ഇതിൽ തന്നെ ബാക്കി കാര്യങ്ങളുണ്ട്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദിസ് എബോവ് കോംപ്ലക്സ്? നമുക്കറിയാം സിൻസ് ദ വാലൻസ് കോൺഫിഗറേഷൻ സിൻസ് ദ ഹൈബ്രിഡൈസേഷൻ ഈസ് dsp2 ഹൈബ്രിഡൈസേഷൻ, എന്തായിരിക്കും ഇതിന്റെ ഷേപ്പ് വരിക? ദാറ്റ് ഈസ് വാട്ട് യു കോൾ സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി ആയിരിക്കും. അതായത് സ്ക്വയർ പ്ലെയിൻ ജോമെട്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്ക്വയർ പ്ലെയിൻ ജോമെട്രി വരിക പറഞ്ഞു? അതായത് നിക്കൽ അത് സെന്ററിൽ ഒക്യുപ്പൈ ചെയ്യും. ആൻഡ് ഈ നിക്കലിലേക്ക് ഈ പറഞ്ഞതുപോലെ 4 CN ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു ജോമെട്രി ആയിരിക്കും ആർക്കുണ്ടാവുക? ഈ ഒരു കോംപ്ലക്സിന് ഉണ്ടാവുക. സോ ദിസ് ഇസ് വാട്ട് യു കോൾ ദ സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി ഓഫ് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. ക്ലിയർ? Next one, arrange the following ligands in the increasing order of their field strength as in the spectrochemical series. ആണ് ചോദിച്ചിരിക്കുന്നത്. ഫീൽഡ് സ്ട്രെങ്തിന്റെ ഓർഡറിൽ എഴുതാനായിട്ട്. അപ്പോ ഫീൽഡ് സ്ട്രെങ്തിന്റെ ഓർഡറിൽ നമ്മൾ എലമെന്റുകൾ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ 4 എലമെന്റ്സിനെയാണ് വന്നിരിക്കുക. ക്ലോറിൻ, ക്ലോറിഡോ ലിഗാൻഡ്, CO, H2O ആൻഡ് OH-. നമുക്കറിയാം ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ് ഫീൽഡ് ആയിട്ടുള്ള ലിഗാൻഡ് ഏതാണ്? CO ആണ്. CO, CN, NH3 ഇവയൊക്കെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. Then water നമുക്കറിയാം കമ്പാരിറ്റീവ്ലി ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഫൈൻ. Then ക്ലോറിഡോ ലിഗാൻഡ് എന്ന് പറയുന്നത് വാട്ടറിനേക്കാളും വീക്ക് ആയിട്ടുള്ള ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് ആക്ച്വലി എന്ത് ക്ലോറിഡോ ലിഗാൻഡ് എന്ന് പറയുക. ആൻഡ് വാട്ടറിനേക്കാളും ഈ പറഞ്ഞതുപോലെ ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണ് ആർക്ക്? ഈ പറഞ്ഞതുപോലെ OH- എന്നുള്ളത്. സോ ദിസ് ഇസ് വാട്ട് യു കോൾ ദ ഓർഡർ ഫോർ ദിസ് പെക്യൂലിയർ ലിഗാൻഡ്സ് എന്നുള്ളത്. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ദാറ്റ്സ് ഓൾ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. നമ്മൾ ഡയാമാഗ്നറ്റിക് ബിഹേവിയറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ദ കോംപ്ലക്സിനെ കുറിച്ച് പറഞ്ഞു, ജോമെട്രി ഓഫ് ദ കോംപ്ലക്സിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ലിഗാൻഡുകളുടെ ഫീൽഡ് സ്ട്രെങ്തിനെ കുറിച്ചും പറഞ്ഞു അക്കോർഡിംഗ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഈസ് വാട്ട് യു കോൾ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൺസ് അഗൈൻ. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പറയുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാലൻസ് ബോണ്ട് തിയറി, ദാറ്റ് ഈസ് VB തിയറി, can explain the magnetic behavior and shape of the complexes. Using VBT, explain the diamagnetism and square planar geometry of nickel CN4 2-. Okay, അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അതായത് നിക്കൽ CN4 2-ന്റെ സ്ക്വയർ പ്ലാനാർ ജോമെട്രിയും ഡയാമാഗ്നറ്റിക് ബിഹേവിയറും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനുകൾ പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി
അതിന്റെ ബി പാർട്ടിലേക്ക് വന്നേ. ദാറ്റ് ഈസ് സജസ്റ്റ് ദ ഷേപ്പ് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സസ്. ഏതൊക്കെയാണ്? നിക്കൽ CO4 ടൈംസ് ആൻഡ് COF6 3-. ഓക്കെ, രണ്ട് കോംപ്ലക്സുകളുടെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുക. അതില് ഫസ്റ്റ് കോംപ്ലക്സിലേക്ക് വരാം. നിക്കൽ CO4 ടൈംസ്. നമ്മൾ ഈ കോംപ്ലക്സിനെ വിളിക്കുക നിക്കൽ ടെട്രാ കാർബണിൽ എന്നാണ്. ഒരുപാട് ആപ്ലിക്കബിലിറ്റി ഉള്ള ഒരു കോംപ്ലക്സ് ആണ് നിക്കലിന്റെ നിക്കൽ ടെട്രാ കാർബണിൽ. സോ ഈ കോംപ്ലക്സിന്റെ ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുക. നമുക്ക് ഓരോന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് കോംപ്ലക്സ്, അതാണ് കോംപ്ലക്സ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതിനകത്ത് നിക്കൽ എന്ന് പറയുന്നതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? ഐ മീൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആദ്യം നോക്കുക. നമുക്കറിയാം CO എന്ന് പറയുന്നത്, കാർബണിൽ എന്ന് പറയുന്നത് ഇവിടെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. സോ കാർബണിൽ ന്യൂട്രൽ ആണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും വരിക. ആൻഡ് ഓവറോൾ ദിസ് കോംപ്ലക്സ് ഈസ് എ ന്യൂട്രൽ കോംപ്ലക്സ് അല്ലെ? ഓവറോൾ ഈ കോംപ്ലക്സിന് ചാർജ് ഒന്നുമില്ല, ഒരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിക്കലിന്റെ ചാർജ് ഇവിടെ എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് വാട്ട് വി കോൾ നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും അല്ലെ? നമുക്കറിയാം എല്ലാ മെറ്റൽസും മെറ്റൽ കാർബണിൽസിൽ എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക? ദാറ്റ് ഈസ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സോ നിക്കൽ ഈസ് ഇൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ നിക്കൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അതിന്റെ ബാലൻസ് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും വരിക? ദാറ്റ് ഈസ് വാട്ട് വി കോൾ 3D8 4s2 എന്നുള്ളതാണ് എന്ത് വരിക? ഇതിന്റെ ബാലൻസ് കോൺഫിഗറേഷൻ വരിക. അതായത് ആ s ഓർബിറ്റിൽ 2 ഇലക്ട്രോണും കൂടി അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ലിഗാൻഡ് ഏത് ടൈപ്പ് ആണ്? ഈസ് ഇറ്റ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഓർ എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്? നമുക്കറിയാം CO എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് അല്ലെ? അപ്പോ CO സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ അതിന്റെ ഡെൽറ്റ O വാല്യൂ എന്ന് പറയുന്നത് പെയറിംഗ് എനർജിയെക്കാളും വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ എന്ത് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്? പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോ ഈ നിക്കലില് ഈ പറഞ്ഞതുപോലെ 3D8 and 4s2 ഇലക്ട്രോൺസ്, അതായത് മൊത്തം 10 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 10 ഇലക്ട്രോൺസ് അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ആണ്? പെയർ ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റി ആണ്. അപ്പൊ പെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 3D ഓർബിറ്റിൽ വരയ്ക്കുകയാണ്. 1 2 3 4 5 5 d ഓർബിറ്റൽസ് ഉണ്ട്. ഈ 10 ഇലക്ട്രോണും ഈ 5 d ഓർബിറ്റൽസിൽ എന്ത് ചെയ്യപ്പെടുന്നു? പെയർ ചെയ്യപ്പെടുന്നു അല്ലെ? അപ്പൊ 3D ഓർബിറ്റലില് ഈ 10 ഇലക്ട്രോൺ പെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? ദാറ്റ് ഈസ് 1 2 രണ്ടെണ്ണം പെയർ ചെയ്തു, then 2 3 4, then 5 6 7 8 9 and 10 എന്നിങ്ങനെ 10 എണ്ണം പെയർ ചെയ്യപ്പെട്ടു. Okay, so this is what we call the electronic configuration of what? Nickel here. ഇനി നമുക്കറിയാം ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? It is equal to 4 ആണ് അല്ലെ? അതായത് 4 വേക്കന്റ് ഓർബിറ്റൽസ് ഇവയുടെ ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ വേക്കന്റ് ഓർബിറ്റൽസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞതുപോലെ ഇനിയുള്ള ഓർബിറ്റൽസിനെ, അതായത് ഈ പറഞ്ഞതുപോലെ 4s-ലുള്ള ഓർബിറ്റലിലെ അതുപോലെ തന്നെ 4p-യിലുള്ള ഓർബിറ്റൽസിനെ, വേക്കന്റ് ഓർബിറ്റൽസിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാം. അപ്പൊ നമുക്ക് 4 വേക്കന്റ് ഓർബിറ്റൽസ് വേണം. സോ ഒരു s ഓർബിറ്റലും അതുപോലെ തന്നെ 3 p ഓർബിറ്റൽസും അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു s ഓർബിറ്റിലും 3 p ഓർബിറ്റിലും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്താണ് വരിക? ദാറ്റ് ഈസ് വാട്ട് വി കോൾ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് വരിക. ആൻഡ് sp3 ഹൈബ്രിഡൈസേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂളിന്റെ ജോമെട്രി എന്തായിരിക്കും? ഇറ്റ് ഈസ് വാട്ട് വി കോൾ ടെട്രാഹിഡ്രൽ ജോമെട്രി ആയിരിക്കും ആ കോംപ്ലക്സിന് ഉണ്ടാവുക. ക്ലിയർ? അപ്പൊ നിക്കൽ ടെട്രാ കാർബണിൽ എന്ന് പറയുന്ന ഈ കോംപ്ലക്സിന്റെ ജോമെട്രി എന്താണെന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ടെട്രാഹിഡ്രൽ ജോമെട്രി ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കലില് ഈ പറഞ്ഞതുപോലെ ടെട്രാഹിഡ്രലി എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? 4 കാർബൺ മോണോക്സൈഡ് ലിഗാൻഡുകൾ ഇങ്ങനെ വന്നിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് വാട്ട്? നിക്കൽ ടെട്രാ കാർബണിൽ എന്നുള്ളത്. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? നമ്മള് നിക്കൽ ടെട്രാ കാർബണിന്റെ ജോമെട്രി നമ്മൾ എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. Then next one is what we call, അടുത്തൊരു കോംപ്ലക്സ് ചോദിച്ചിരിക്കുക COF6 3- എന്നുള്ളതാണ്. ഫൈൻ, നമ്മൾ നെക്സ്റ്റ് കോംപ്ലക്സിലേക്ക് പോവുകയാണ്. That is what we call COF6 3-. ക്ലിയർ? സോ COF6 3- എന്നുള്ളതില്
എന്താണ് അതിന്റെ ജോമെട്രി? സിംപ്ലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൊബാൾട്ട് എന്ന് പറയുന്ന എലമെന്റ് അല്ലെ, കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുക. നമുക്കറിയാം ഇവിടെ ഫ്ലൂറിൻ എന്ന് പറയുന്നത് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഫ്ലൂറിഡോ ലിഗാൻഡ്. അപ്പോ 6 ഫ്ലൂറിഡോ ലിഗാൻഡുകളുണ്ട്, -6 ചാർജ് ഉണ്ട്. പക്ഷെ ഓവറോൾ പുറത്തെത്ര മാത്രമേ ഉള്ളൂ? ഒരു -3 ചാർജേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് -3 ചാർജ് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നു. ആര് മൂലം? ഈ പറഞ്ഞ കൊബാൾട്ട് മൂലം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് വാട്ട് യു കോൾ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ആർക്കുണ്ടാവുക? ഈ പറഞ്ഞതുപോലെ കൊബാൾട്ടിന് ഉണ്ടാവുക. അപ്പോ നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ട കാര്യം കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ എന്താണ് കോൺഫിഗറേഷൻ? നമുക്കറിയാം സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട് അല്ലെ. അപ്പോ കൊബാൾട്ട് 2+ എന്ന് പറയുന്നത് D7 സിസ്റ്റം ആണ്. അപ്പൊ കൊബാൾട്ട് 3+ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് വാട്ട് യു കോൾ 3D6 ആയിരിക്കും എന്ത് വരിക? കൊബാൾട്ട് 3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളത്, വാലൻസ് കോൺഫിഗറേഷൻ എന്നുള്ളത് 3D6 4s0 എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പോ നമ്മൾ ഡി ഓർബിറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ ഡി ഓർബിറ്റൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവണം? 6 ഇലക്ട്രോൺസ് ഉണ്ടാവണം. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊബാൾട്ടിന്റെ കൂടെയുള്ള ലിഗാൻഡ് ഏത് ടൈപ്പാണ്? ഈസ് ഇറ്റ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഓർ എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്? നമുക്കറിയാം ക്ലോറിഡോ അല്ലെങ്കിൽ ഫ്ലൂറിഡോ എന്നൊക്കെ പറയുന്നത് ഇവിടെ ഫ്ലൂറിഡോ ആണ്. സോ ഫ്ലൂറിഡോ ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ΔO വാല്യൂ എന്ന് പറയുന്നത് പെയറിംഗ് എനർജിയെക്കാളും എന്താണ്? കുറവാണ് എന്നല്ല ഇതിന്റെ അർത്ഥം. അപ്പൊ പെയറിംഗ് എനർജിയെക്കാളും കുറവാണ്, ലെസ് ΔO വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഈ പറയുന്ന എക്സൈറ്റേഷൻ എക്സൈറ്റേഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പെയറിംഗ് നടക്കില്ല, പകരം എന്തായിരിക്കും നടക്കുക? എക്സൈറ്റേഷൻ ആയിരിക്കും അല്ലെ. അപ്പോ ഈ പറഞ്ഞ ഇലക്ട്രോൺസ് 6 എണ്ണവും ഇവിടെ എന്ത് ചെയ്യപ്പെടില്ല? പെയർ ചെയ്യപ്പെടില്ല. സോ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? 1 2 3 4 5 6 ആറാമത്തെ ഇലക്ട്രോൺ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പെയർ ചെയ്യുള്ളൂ. ബാക്കി എല്ലാ ഇലക്ട്രോൺസും എങ്ങനെയായിരിക്കും? സിംപ്ലി ഓക്യുപ്പൈഡ് ആയിരിക്കും. ക്ലിയർ? ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? നമുക്കറിയാം കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? = 6 ആണ് അല്ലെ. അപ്പൊ 6 ഫ്രീ ഓർബിറ്റൽസ് ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ 6 ഫ്രീ ഓർബിറ്റൽസ് നമുക്ക് എങ്ങനെ ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3Dയില് എല്ലാ ഓർബിറ്റൽസും ഒക്യുപ്പൈഡ് ആണ്. ദർ ഈസ് നോ വേക്കന്റ് ഓർബിറ്റൽ. സോ സ്വാഭാവികമായിട്ടും എന്താണ്? നമ്മൾ നെക്സ്റ്റ് ഓർബിറ്റൽസിലേക്ക് പോകുന്നു. അതായത് 4s ഓർബിറ്റൽ അത് ഫ്രീ ആണ്. സോ ആ 4s ഓർബിറ്റൽ നമ്മൾ ഹൈബ്രിഡൈസേഷന് വിധേയമാക്കുന്നു. അതുപോലെ തന്നെ 4p-യിലുള്ള 3 ഓർബിറ്റൽസ് അല്ലെ. ഫൈൻ. സോ 4p-യിലുള്ള 3 ഓർബിറ്റൽസിനെ നമ്മൾ ഹൈബ്രിഡൈസേഷന് വേണ്ടി വിധേയമാക്കുന്നു. അതുപോലെ നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ 5D-യില് അല്ലെ, നെക്സ്റ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത് 5D ആണ്. സോ 5D-യിൽ മൊത്തം എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 ഓർബിറ്റൽസ് ഉണ്ട്. അതില് 2 ഓർബിറ്റൽസിനെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈബ്രിഡൈസേഷനിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തം ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ എണ്ണം എത്രയായിരിക്കും? 6 എണ്ണം. ദാറ്റ് ഈസ് ഒരു s ഓർബിറ്റല്, 3 p ഓർബിറ്റല്, 2 d ഓർബിറ്റല്. സോ ദിസ് ഇസ് വാട്ട് യു കോൾ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ദിസ് കോംപ്ലക്സ് എന്നുള്ളത്. ആൻഡ് ഒബ്വിയസ്ലി നമുക്കറിയാം ഇത് ഇന്നർ ഡി ഓർബിറ്റൽ അല്ല, ഔട്ടർ ഡി ഓർബിറ്റൽസിനെയാണ്, ഔട്ടർ 5D-യിലുള്ള ഓർബിറ്റലെയാണ് ഇവിടെ ഹൈബ്രിഡൈസേഷന് വിധേയമായത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ് എന്ന് പറയാം. ഫൈൻ. സോ ദിസ് ഇസ് ആൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ് എന്നുണ്ടെങ്കിൽ ആ കോംപ്ലക്സിന്റെ ജോമെട്രി എങ്ങനെയായിരിക്കും വരിക? ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും ആർക്കുണ്ടാവുക? ഈ കോംപ്ലക്സിന് ഉണ്ടാവുക. അതായത് കൊബാൾട്ടിലേക്ക് ഈ പറഞ്ഞ 6 ഫ്ലൂറിഡോ ലിഗാൻഡുകൾ എങ്ങനെയായിരിക്കും അലൈൻ ചെയ്തിരിക്കുക? ഒരു ഒക്ടാഹെഡ്രൽ അലൈൻമെന്റ് ആയിരിക്കും ആർക്കുണ്ടാവുക? ഈ 6 ഫ്ലൂറിഡോ ലിഗാൻഡുകൾക്കും ഉണ്ടാവുക. അപ്പോ നിക്കൽ ടെട്രാ കാർബണിൽ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്മൾ പറയുന്നത് ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരുന്നു. ആൻഡ് COF63- എന്ന് പറയുന്നതിന് എന്തായിരുന്നു? ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? യാ. സോ ദിസ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വാച്ച്. ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. The central atom of CO3+ with coordination number 6 bounded to ligand NH3 and Br- form a dipositive complex ion. Write the formula and IUPAC name for this complex എന്നാണ് ചോദിച്ചിരിക്കുക. ഓക്കെ. അപ്പോ പറഞ്ഞിരിക്കുക ഇവിടെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? CO3+ ആണ്.
ഓക്കെ, കൊബാൾട്ട് 3+ എന്ന് പറയുന്നതാണ് അതിന്റെ സെൻട്രൽ ആറ്റം. ആൻഡ് വിത്ത് കോർഡിനേഷൻ നമ്പർ 6, അതായത് ഈ പറയുന്ന മെറ്റലിന്റെ വാട്ട് എവർ ബി ദ കോംപ്ലക്സ്, ഈ കോംപ്ലക്സിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തം 6 ലിഗാൻഡുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഈ പറയുന്ന മെറ്റൽ ആറ്റവുമായിട്ട്, കൊബാൾട്ടുമായിട്ട് അതിന്റെ കോർഡിനേഷൻ എൻഡിറ്റിയിൽ ബോണ്ട് ചെയ്തിട്ടുണ്ടാവണം. ഫൈൻ. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുക ഏതൊക്കെ ലിഗാൻഡുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NH3 എന്ന് പറയുന്ന അമിനോ ലിഗാൻഡ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ Br- ഉണ്ട്. ഓക്കെ, 2 ലിഗാൻഡുകളാണ്. അമിനോ ലിഗാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ Br- ലിഗാൻഡും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദ ഫോർമുല ഓഫ് ദ IUPAC നെയിം ഓഫ് ദിസ് കോംപ്ലക്സ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്കറിയാം ഇവിടെ കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ ലിഗാൻഡുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ Br- ലിഗാൻഡിന് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അയോണൈസേഷൻ സ്ഫിയറിലും എന്ത് ചെയ്യാം? ഈ പറഞ്ഞതുപോലെ ലിഗാൻഡുകൾക്ക് ഒക്യുപ്പൈ ചെയ്യാം. ആൻഡ് നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ലിഗാൻഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരുന്നു അത്? ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ചാർജ് ഉള്ള അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡുകൾക്ക് എന്ത് ചെയ്യാം? കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ നമ്മുടെ അയോണൈസേഷൻ സ്ഫിയറിലുള്ള ലിഗാൻഡുകൾ ഒബ്വിയസ്ലി എന്തായിരിക്കണം? ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസുകളായിരിക്കണം, അല്ലെ? ഒരിക്കലും ലിഗാൻഡുകൾക്ക്, ന്യൂട്രൽ കോമ്പൗണ്ടുകൾക്ക് എന്തിനുള്ള പോസിബിലിറ്റി ഇല്ല? ഈ പറയുന്ന അയോണൈസേഷൻ സ്ഫിയറിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോ ഇവിടെ നമുക്കുള്ള 2 ലിഗാൻഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് അമിനോ ലിഗാൻഡും ഒന്ന് Br- ആണ്. സോ ഈ അമിനോ എന്ന് പറയുന്നത് ന്യൂട്രൽ ലിഗാൻഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഈ അമിനോ ലിഗാൻഡ് എവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ? ഈ പറയുന്ന കോർഡിനേഷൻ എൻറ്റിറ്റിയിലും മാത്രമായിരിക്കും ആര് കാണപ്പെടുക? അമിനോ ലിഗാൻഡ് ഉണ്ടാവുക. പക്ഷെ Br- എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഇൻ ബോത്ത് കോർഡിനേഷൻ സ്ഫിയർ ആൻഡ് അയോണൈസേഷൻ സ്ഫിയർ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോ നമ്മൾ ഇത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊബാൾട്ട് ഇവിടെ എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്? 3+, അല്ലെ? കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര അമിനോ ലിഗാൻഡുകൾ ഉണ്ടോ, അതായത് കോർഡിനേഷൻ നമ്പർ 6 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമിനോ ലിഗാൻഡുകൾ എന്തിനുള്ള പോസിബിലിറ്റി മാത്രമാണ്? ഈ പറഞ്ഞ ന്യൂട്രൽ ആയിട്ട് നമ്മുടെ കോർഡിനേഷൻ സൈറ്റില്, കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ മാത്രം ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ്. ആൻഡ് അത് എത്ര ഉണ്ടാവും? ഈ പറഞ്ഞ പോലെ 6 അമിനോ ലിഗാൻഡുകളും എവിടെ ഉണ്ടാവും? കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ ഉണ്ടാവും. ആൻഡ് ഒബ്വിയസ്ലി നമുക്കറിയാം ഇവിടെ 6 അമിനോ ലിഗാൻഡുകൾ കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കൊബാൾട്ട് 3+ ആണ്, ന്യൂട്രൽ 0 ആണ്. സോറി, അമിനോ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്രയായിരിക്കും? 3+. പക്ഷെ ഇതൊരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ചാർജ് ഇല്ലാത്ത ഒരു കോംപ്ലക്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ Br- അയോൺസ് എവിടെ ഉണ്ടാവും? ഇതിന്റെ കൗണ്ടർ പാർട്ട് ആയിട്ടുണ്ടാവും. എത്ര Br- അയോൺസ് ഉണ്ടാവും? 3 Br- അയോൺസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോംപ്ലക്സിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും വരിക? CONH3 6 times, അല്ലെ? സോ ദിസ് ഇസ് വാട്ട് ഈക്വൽ CONH3 6 times. One second. Sorry. That is CONH3 6 times Br3 എന്ന് പറയുന്നതായിരിക്കും എന്ത് വരിക? ഈ ഒരു കോംപ്ലക്സ് വരിക. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോംപ്ലക്സിന്റെ IUPAC നെയിം നമുക്ക് എഴുതാൻ പാടില്ലേ? എന്ത് വരും പറഞ്ഞേ? അതായത് ദാറ്റ് ഈസ് വാട്ട് ഈക്വൽ hexamine cobalt 3, oxidation state 3 ആണ്. Then bromide ions എവിടെയുണ്ട്? നമ്മുടെ അയോണൈസേഷൻ സ്ഫിയറിലുണ്ട്. അപ്പൊ അതിന്റെ ഓവറോൾ നെയിം എന്തായിരിക്കും വരിക? ഹെക്സാമീൻ കൊബാൾട്ട് 3 ബ്രോമൈഡ് എന്നുള്ളതായിരിക്കും. ഇസ് ദാറ്റ് ക്ലിയർ? ഓർക്കേണ്ട കാര്യം, ഒരിക്കലും അമിനോ ലിഗാൻഡുകൾ വരില്ല, നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ നിന്ന് മാറി അയോണൈസേഷൻ എൻറ്റിറ്റിയിലേക്ക് വരില്ല. കാരണം അത് ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അയോണൈസേഷൻ എൻറ്റിറ്റിയിൽ ഉണ്ടാകുന്നത് പ്രിഫറബിളി ഏതായിരിക്കും? ഈ പറഞ്ഞതുപോലെ Br- ലിഗാൻഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അമിനോ ലിഗാൻഡുകൾ കംപ്ലീറ്റ്ലി എവിടെ ഉണ്ടാവും? നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ Br- അതിന്റെ കൗണ്ടർ പാർട്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ ആണോ? സോ ദിസ് ഇസ് എ കോംപ്ലക്സ് ആൻഡ് ദിസ് ഇസ് എ നെയിം ഓഫ് ദിസ് കോംപ്ലക്സ്. ഇസ് ദാറ്റ് ക്ലിയർ? Then we can go for the next question. So the next question is, so this is a question. There is a coordination compound. Question കാണാം. The coordination compound contains central metal atom or ion and ligands.
ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക ഫസ്റ്റ് വൺ പ്രൈമറി വാലൻസി ഓഫ് ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ ഇൻ ദിസ് കോംപ്ലക്സ് ഈസ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എന്തിനെയാണ് പ്രൈമറി വാലൻസി എന്ന് പറയുക? നമുക്കറിയാം പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് വി കോൾ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ മെറ്റൽ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? വി കോൾ ഇറ്റ് ആസ് പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞു വെക്കുക, അല്ലെ? അപ്പോ ഇവിടെ പ്രൈമറി വാലൻസി എന്ന് ചോദിച്ചിരിക്കുന്നത് ഈ കോംപ്ലക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്കറിയാം ഈ കോംപ്ലക്സില് CO then NH3 6 times Cl3 എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സില് എന്തായിരിക്കും ഈ പറഞ്ഞതുപോലെ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക? പറയാമോ? അതായത് ഇവിടെ ക്ലോറിഡോ ലിഗാൻഡ് അല്ല, ക്ലോറൈഡ് എന്ന് പറയുന്നത് -1 സ്റ്റേറ്റിലാണ്, അല്ലെ? അപ്പൊ 3 Cl- ലിഗാൻഡ് ഉണ്ട്. മൊത്തം ഈ പറയുന്ന കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് വാട്ട് വി കോൾ 3+ ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അമിനോ ലിഗാൻഡ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, ചാർജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അമിനോ ലിഗാൻഡും കൊബാൾട്ടിന്റെയും ചാർജും കൂടിയാണ് എന്ത് വരിക? ഈ കോർഡിനേഷൻ എന്റിറ്റിക്ക് ചാർജ് വരിക. എന്ന് പറഞ്ഞാൽ കൊബാൾട്ടിന്റെ ചാർജ് എക്സാക്ട്ലി എത്രയായിരിക്കും? ഇറ്റ് ഈസ് വാട്ട് വി കോൾ 3+ ആയിരിക്കും. ഓർ വി ക്യാൻ സേ ദാറ്റ് ഈ കൊബാൾട്ട് എന്ന് പറഞ്ഞ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് വാട്ട് വി കോൾ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രൈമറി വാലൻസ് വരിക? ഇറ്റ് ഈസ് വാട്ട് വി കോൾ ഓപ്ഷൻ 1 ആണ്. ദാറ്റ് ഈസ് 3 എന്ന് പറയുന്നതാണ് എന്ത് വരിക? പ്രൈമറി വാലൻസി ഓഫ് ദ സെൻട്രൽ മെറ്റൽ ആറ്റം വരിക. ഓർക്കേണ്ട കാര്യം, പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ മെറ്റൽ ആണ്. അപ്പൊ നിങ്ങളോട് ഒരു കോംപ്ലക്സിന്റെ പ്രൈമറി വാലൻസി ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ കോംപ്ലക്സിലെ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. ദാറ്റ് ഇൻഡിക്കേറ്റഡ് ബൈ ദ പ്രൈമറി വാലൻസി. ആൻഡ് രാദർ ദാൻ നിങ്ങളോട് സെക്കൻഡറി വാലൻസി ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? ആ കോംപ്ലക്സിലെ മെറ്റലിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞു വെക്കുക, അല്ലെ? അപ്പോ ഇതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം, അടുത്ത പാർട്ടിലേക്ക് വരാം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ബി പാർട്ട്. വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് വെർണർ തിയറി? നമ്മളിപ്പോ പറഞ്ഞതാണ്, അതായത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ ആയിട്ട് 3 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. വെർണർ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ അക്കമിട്ട് പറഞ്ഞതാ വെർണർ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു മെറ്റൽ ഹാസ് 2 വാലൻസീസ്, പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണ്? പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ വാട്ട്? ഈ പറഞ്ഞതുപോലെ നമ്മുടെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ചാർജ് അയോൺസ് ആണ് എന്ത് ചെയ്യുക? പ്രൈമറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുക. സെക്കൻഡറി വാലൻസി ഈ സാറ്റിസ്ഫൈഡ് ബൈ വാട്ട്? നമ്മുടെ ലിഗാൻഡുകൾ, ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ലിഗാൻഡുകളാണ് എന്ത് ചെയ്യുക? സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുക. And primary valency will give the oxidation state of the metal. Secondary valency എന്താണ് വരിക? It gives the coordination number of the metal എന്നുള്ളത്, അല്ലെ? And primary valency is what we call ionizable valency ആണ്. Secondary valency എന്ന് പറയുന്നത് non ionizable valency ആണ്. ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? വെർണർ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് പറഞ്ഞു വെക്കുക. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. സോ അതാണ് എന്ത് ചെയ്യുക? ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക വെർണർ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട്? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് ആൻഡ് ദിസ് കോംപ്ലക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. IUPAC നെയിം എഴുതാനായിട്ട്. അപ്പോ നോക്കേണ്ട കാര്യം, ഈ ഒരു കോംപ്ലക്സ് എടുത്താൽ, അതായത് K3FeCN 6 ടൈംസ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോംപ്ലക്സിന് പോസിറ്റീവ് പാർട്ട് ഉള്ളത് ഏതാണ്? ആദ്യം എഴുതേണ്ടത് പൊട്ടാസ്യം ആണ്, അല്ലെ? അപ്പൊ നമ്മൾ ആ പോസിറ്റീവ് പാർട്ട് ആദ്യം എഴുതുന്ന എന്താണ്? പൊട്ടാസ്യം. ദെൻ നമ്മൾ നെഗറ്റീവ് പാർട്ട് എഴുതാനായിട്ട് പോകുമ്പോൾ ആദ്യം അതിനകത്തെ ലിഗാൻഡുകൾ ഏതാണ്? സയനോ ആണ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഹെക്സാസയനോ എന്നുള്ളതാണ്, അല്ലെ? 6 CN ഗ്രൂപ്പുകൾ. ഇനി നമ്മൾ അയന്റെ കൂടെ ഇനി എന്ത് കൂടി ചേർക്കണം? ഈ പറഞ്ഞതുപോലെ ATE എന്ന് കൂടി ചേർക്കണം, കാരണം നെഗറ്റീവ് പാർട്ട് ആയതുകൊണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് വി കോൾ എന്താണ്? നമ്മൾ അയന്റെ കൂടെ ATE എന്ന് ചേർക്കുമ്പോൾ ദാറ്റ് ഈസ് ഫെറേറ്റ് എന്ന് നമ്മൾ ചേർക്കും. ദെൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പറഞ്ഞതുപോലെ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി എഴുതണം. അതായത് ഇവിടെ 3 K+ ഉള്ളത് കൊണ്ട് ഇവിടെ 3+ ചാർജ് ഉണ്ടാവും. അപ്പൊ ഓവറോൾ ഇത് എത്രയായിരിക്കും? 3-. സൈനോ ലിഗാൻഡ് എന്ന് പറയുമ്പോൾ -1 ആണ് അതിന്റെ ചാർജ് വരിക. സോ -6 -6ന് -3 പുറത്തുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയന്റെ ചാർജ് എത്രയായിരിക്കും വരിക? +3. അത് നമ്മൾ റോമൻ ന്യൂമറൽ ആയിട്ട് എഴുതും. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ദ കോംപ്ലക്സസ്
പൊട്ടാസ്യം ഹെക്സാ സയനോ ഫെറേറ്റ് 2. ഇത് നമ്മള് ഈ ഒരു കോംപ്ലക്സിന് പേര് എഴുതുകയാണെങ്കിൽ CONH3 6 times Cl3 അല്ലെ. അപ്പോ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ പോസിറ്റീവ് പാർട്ട്, അപ്പൊ നമ്മൾ ആദ്യം ഈ കോംപ്ലക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക അല്ലെ. അപ്പോഴാണ് നമുക്ക് പോസിറ്റീവ് പാർട്ട് എന്നാണ് നെഗറ്റീവ് പാർട്ട് എന്നാണ് മനസ്സിലാവുകയുള്ളൂ. അപ്പോ CONH3 6 times Cl3 ഇതല്ലേ കോംപ്ലക്സ്. അപ്പോ നമ്മുടെ പോസിറ്റീവ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് Cl3 എന്ന് പറയുന്നതിൽ ക്ലോറിൻ -1 സ്റ്റേറ്റിലാണ്. അപ്പൊ ഇവിടെ ഓവറോൾ ഒരു -3 ഉണ്ടാവും. സോ ഈ കോർഡിനേഷൻ എൻറ്റിറ്റിയുടെ ചാർജ് എത്രയായിരിക്കും വരിക? +3 ആണ്. അമോണിയ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡ് ആണ്. സോ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക 0 ആണ്. സോ കൊബാൾട്ടിന്റെ ചാർജ് ഓവറോൾ ചാർജ് +3 ആണ്. അമോണിയ ന്യൂട്രൽ ആണെങ്കിൽ കൊബാൾട്ട് എത്രയായിരിക്കും? 3+ ചാർജ് ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇറ്റ് ഈസ് വാട്ട് വി കോൾ hexaamine, then cobalt 3, fine, cobalt 3 oxidation state. Then നമ്മുടെ അയോണൈസേഷൻ സ്ഫിയറിൽ എന്താ ഉള്ളത്? It is what we call chloride എന്ന് പറയും. So this is what we call the name of this complexes. Clear? Okay ആണോ? സോ ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? ഈ കോംപ്ലക്സിന്റെ നെയിം നമ്മൾ പറഞ്ഞു വെക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ.